ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് തടുക്കശ്ശേരിയിലാണ്. ഇത് പറഞ്ഞാൽ പത്തിരിപ്പാലയിൽ നിന്ന് കോങ്ങാട് പോകുന്ന റൂട്ട്, കോങ്ങാട് ടു പത്തിരിപ്പാല റൂട്ടിൽ തടുക്കശ്ശേരി ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ബസ് റൂട്ടും നോക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്കുണ്ട്. ഇതിൽ 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലവും 1450 സ്ക്വയർ ഫീറ്റിലുള്ള 3 ബെഡ്റൂമോടുള്ള പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. വീടും ഉണ്ട് ഇതിനകത്ത്. അത്യാവശ്യം കുറച്ച് പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ. ഒരു ക്രാക്കോ കാര്യമോ ഒന്നും ഇല്ലാത്ത നല്ലൊരു വീട്. ഏകദേശം 12ഓളം തെങ്ങുകൾ, നല്ല കായഫലുള്ള തെങ്ങുകളുണ്ട്. 3500 കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ. ഇതിനകത്ത് വെള്ളത്തിൻ്റെ സോഴ്സ് പറയുമ്പോൾ ബോർവെല്ലുണ്ട്, 2 കിണറുണ്ട്. ബോർവെല്ല് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയുണ്ട്. ഈ ഇൻ്റർലോക്ക് ചെയ്തതിൻ്റെ അടിയിൽ തന്നെയാണ് ബോർവെല്ല് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വെള്ള സംഭരണിയാണ്, ഇപ്പോൾ അത് ഉപയോഗിക്കുന്നൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിൽ അത് വെച്ചതാണ്, ഇപ്പോഴൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. നല്ല സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം ബോർവെല്ലും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ കിണറ്റിലും ഉണ്ട്. മേലെ ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇത്. നമ്മൾ തടുക്കശ്ശേരിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ 4 കിലോമീറ്റർ, അതുപോലെ തന്നെ വേങ്ങശ്ശേരിയിൽ നിന്ന് 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇങ്ങോട്ടേക്ക്. കടമ്പഴിപ്പുറത്ത് നോക്കുമ്പോൾ 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 75 lakhs ആണ്. അത് നെഗോഷ്യബിളും ആണ്. അല്ല, കിണറ്റിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഈ താഴത്തേക്ക് ചെറിയൊരു ഇറക്കത്തിലാണ് കേട്ടോ ബാക്കിയുള്ള പ്രോപ്പർട്ടി മൊത്തത്തിൽ കിടക്കുന്നത്. ചെറിയൊരു വീടിരിക്കുന്നതെന്ന് പറഞ്ഞ് ചെറിയൊരു ഇറക്കത്തിലാണ്. ചെറിയൊരു ബഡ്ജറ്റിൽ 1 ഏക്കറിൽ കൂടുതൽ സ്ഥലവും നല്ലൊരു വീടൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇവിടുന്ന് മേലേക്കുള്ള നമുക്ക് ലാസ്റ്റ് ഒന്ന് നോക്കാം, ചുറ്റും ഒന്നും പോയിട്ട് വരാം. ഇവിടെ കണ്ടില്ല ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെറിയൊരു ഇറക്കമുണ്ട്. ഈ ഭാഗത്തേക്കും ഒരു കിണറുണ്ട് കേട്ടോ. അങ്ങനെ 2 കിണറും ഉള്ളിലൊരു ബോർവെല്ലുമാണ് ഉള്ളത്. പിന്നെ ഒരു ഫ്രീ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് ഇതിനകത്ത്. നല്ല വെള്ളം കിട്ടുന്ന ഒരു പൈപ്പ് ലൈൻ കണക്ഷൻ അത് വേറെ ഉണ്ട്. കണ്ടില്ല, ഇത്രയും ഭാഗത്ത് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. മേലെ ഫുള്ള് ട്രസ് വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ നോക്കാം. ഒരു കാർ പോർച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് ഇന്റർലോക്ക് ചെയ്ത ഭാഗത്ത് ഒരുപാട് കാർ നിർത്താനുള്ള സൗകര്യമുണ്ട്. കയറുമ്പോൾ തന്നെ നല്ലൊരു പൂമുഖം, സിറ്റ് ഔട്ട് ഏരിയയാണ്. മൊത്തം ഗ്രില്ല് കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 16 വർഷം പഴക്കമുണ്ട് കേട്ടോ വീടിന്. 16 years ഓൾഡ് ആണ്. പക്ഷേ വീട്ടിൽ എവിടെയും ക്രാക്കോ കാര്യങ്ങളൊന്നും കാണാനില്ല. കയറുമ്പോൾ തന്നെ നല്ലൊരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂം, 3 ബെഡ്റൂമുള്ള 3 അറ്റാച്ച്ഡ് ആണ്. ഒരു പെയിന്റിങ്ങിന്റെ കുറവ് തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തൊരു പെയിന്റ് ചെയ്താൽ തന്നെ നല്ല താമസിക്കാൻ പറ്റും. ഇതൊരു ഡൈനിങ് സ്പേസ്, അവിടെ തന്നെ വാഷ് ബേസിൻ ഏരിയ കൊടുത്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ്. ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്, അതും അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ 3ാമത് ബെഡ്റൂം, ഇതും അറ്റാച്ച്ഡ് ആണ്. ടോട്ടൽ 3 ബെഡ്റൂമാണ് ഉള്ളത്. അതല്ലാണ്ട് ഒരു സ്റ്റഡി റൂമും ഉണ്ട് കേട്ടോ. കണ്ടല്ലേ, 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നല്ലൊരു പെയിന്റിങ് കൂടി കംപ്ലീറ്റ് ചെയ്ത പുതിയ വീട് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് പൂജാ റൂം കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ഒരു സ്റ്റഡി റൂമും ഇവിടെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സ്ഥലം. ഇവിടുന്ന് വിട്ടാൽ നമുക്കിവിടെ ഡൈനിങ് സ്പേസിന് നേരെ കിച്ചണിലോട്ടാണ്. ഈ വീട് കിഴക്ക് ഫേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് കിച്ചൺ വരുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു കിച്ചൺ തന്നെയാണ്. കബോർഡും വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് അല്ല, തേങ്ങകളൊക്കെ ഇഷ്ടംപോലെ തേങ്ങകളുണ്ട്. ഇവിടെ നിന്നുള്ള 12 തെങ്ങുന്ന് കിട്ടിയ തേങ്ങ തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഏരിയ പോലെ വേണമെങ്കിൽ വെളിയിരുന്ന് ഭക്ഷണം കഴിക്കാനും കാര്യത്തിനും യൂസ് ചെയ്യാം. ഇവിടെ നമുക്കൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് വെളിയിലോട്ട് പോകാനായിട്ട്. ഫുള്ളായിട്ട് ഗ്രില്ല് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കാറ്റൊക്കെ കൊണ്ടെടുത്തിട്ട് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ട് ഇവിടെ തന്നെ നമുക്ക് ഡൈനിങ് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്ത് നമുക്ക് വെളിയിൽ പോകാനുള്ള ഒരു ഡോറുണ്ട്. 2 സൈഡിൽ നിന്നും ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഇതുള്ളത്, ബോർവെല്ലുള്ളത്. അതിൻ്റെ പൈപ്പും കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മേൽഭാഗം ഒന്ന് നോക്കാം, ടെറസ് ഭാഗത്തേക്ക്.
ഞങ്ങൾ കംപ്ലീറ്റ് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം പറഞ്ഞ പ്രകാരം ഒരു 3000 സ്ക്വയർ ഫീറ്റ് 3600 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ഈ ഒരു ഇന്റർലോക്ക് ചെയ്ത ഭാഗം മാത്രം. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ പ്രോപ്പർട്ടി പറയുമ്പോൾ 1 ഏക്കർ 30 സെന്റ് സ്ഥലം 1450 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആണ്. ഒരു സ്റ്റഡി റൂം, പൂജാ റൂം, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഫ്രണ്ടിൽ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് മേലെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പിൽ നോക്കി ഫുള്ളായിട്ട് ഡ്രസ് വർക്കും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ 25 കിലോമീറ്റർ, ചെറുപ്പളശ്ശേരി നോക്കുകയാണെങ്കിൽ 24 കിലോമീറ്റർ, ഒറ്റപ്പാലം ജംഗ്ഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ 21 കിലോമീറ്റർ, പത്തിരിപ്പാലയിൽ നിന്നും കോങ്ങാട് നോക്കുകയാണെങ്കിൽ വെറും 10 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഈ പ്രോപ്പർട്ടിക്കുള്ളൂ. സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 75 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളുമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് പരസ്യം ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മളിതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.